വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ മക്കളെ, നമ്മുടെ ഫെബ്രുവരി 26 എന്ന് പറയുന്നത് ഇങ്ങ് എത്തിപ്പോയി. ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പൊ ആ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നമുക്കൊന്ന് പഠിക്കണം. അപ്പൊ അതിനുവേണ്ടി ബേസിക് സയൻസിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഒട്ടും ടൈം കളയാതെ ഈ ചോദ്യങ്ങളെല്ലാം ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ പറയുന്ന സന്ദർഭങ്ങൾ നോക്കൂ. ഓരോന്നിലും പ്രകാശത്തിന്റെ ഏത് തരം പ്രതിപതനമാണ് സംഭവിക്കുന്നത് എന്ന് കണ്ടെത്തൂ. ഒബ്സർവ് ദ ഫോളോയിങ് സിറ്റുവേഷൻ, ഫൈൻഡ് ഔട്ട് വിച്ച് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ഈച്ച്. സിറ്റുവേഷനും റിഫ്ലക്ഷനും രണ്ട് ബോക്സ് ഇവിടെ കാണാൻ പറ്റും. സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓർണമെന്റ് ഷൈൻ ചെയ്യുന്നത്, അതായത് ആഭരണങ്ങൾ തിളങ്ങുന്നത്. അത് ഏത് തരത്തിലുള്ള റിഫ്ലക്ഷൻ ആണെന്ന് ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യണം. അതേപോലെ തന്നെ വി ഗെറ്റ് ലൈറ്റ് ഇൻസൈഡ് ദി ഹോം ഡ്യൂറിംഗ് ഡേ ടൈം, അതായത് പകൽ സമയത്ത് നമുക്ക് മുറിക്കുള്ളിൽ മുഴുവനായിട്ടും വെളിച്ചം കിട്ടും അല്ലേ. അപ്പൊ അത് ഏത് റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ടതാണെന്ന് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവണം. എന്നിട്ട് വേണം നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിലേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ. ഓപ്ഷൻ എയും ബിയും സിയും ഡിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്ന ഏതാണ്? ഒന്ന് റെഗുലർ റിഫ്ലക്ഷൻ, രണ്ട് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ, അതായത് ഒന്ന് ക്രമപ്രതിപതനം, രണ്ട് വിസരിത പ്രതിപതനം. ഇനി ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും റെഗുലർ റിഫ്ലക്ഷൻ ആണ്, അതായത് ഒന്നും രണ്ടും ക്രമപ്രതിപതനമാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഒന്നും രണ്ടും വിസരിത പ്രതിപതനമാണ്, അതായത് ഒന്നും രണ്ടും ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണ്. അടുത്തത് ഒന്ന് എന്ന് പറയുന്നത് വിസരിത പ്രതിപതനം, രണ്ട് എന്ന് പറയുന്നത് റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനം. ഇത് ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓർണമെന്റ് ഷൈൻ ചെയ്യുക എന്ന് പറയുന്നത് റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനമാണ്. അതേസമയം മുറിക്കുള്ളിൽ എല്ലായിടത്തും വെളിച്ചം കിട്ടുക എന്ന് പറയുന്നത് ഇറഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപതനമാണ്. അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഉത്തരം വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആംഗിൾ മാർക്ക്ഡ് ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ഇൻസിഡന്റ് റേ ഇൻ എ ഗിവൺ ഫിഗർ? ചിത്രത്തിൽ ലംബത്തിനും പതനകിരണത്തിനും ഇടയിലായി അടയാളപ്പെടുത്തിയിരിക്കുന്ന കോൺ ഏത്? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു റിഫ്ലക്ഷന്റെ ഒരു ഭാഗമാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് പോയിന്റിലാണോ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റിനെ ആയിരുന്നു നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന ബിന്ദു എന്ന് പറയുന്നത്. ഈ ഒരു പതന ബിന്ദുവിലേക്ക് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ഈ ഒരു റേ ആയിരുന്നു നമ്മുടെ പതനകിരണം അല്ലെങ്കിൽ പതനരശ്മി, ഇൻസിഡന്റ് റേ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതേപോലെ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻസിഡന്റ് അല്ലെങ്കിൽ പതന ബിന്ദുവിന് നമ്മൾ നോർമൽ ആയിട്ട് ലംബം വരച്ചാൽ അതായിരുന്നു നമ്മുടെ നോർമൽ റേ അല്ലെങ്കിൽ ലംബം എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്കിടയിൽ, അതായത് നമ്മുടെ നോർമലിനും നമ്മുടെ ഇൻസിഡന്റ് റേക്കും ഇടയിലുള്ള ആംഗിൾ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആംഗിൾ ഏതാണ്? യെസ്, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന കോൺ എന്ന് പറയുന്നത്. ഈ പതന കോണ് മാത്രമല്ല, നമുക്ക് പ്രതിപതന കോണും വരയ്ക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്? ബിക്കോസ് ഇവിടെ നമുക്ക് ഇൻസിഡന്റ് റേ അല്ലെങ്കിൽ പതന കിരണം തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പ്രതിപതന കിരണം നമുക്കൊന്ന് വരച്ചു നോക്കാം, അല്ലെങ്കിൽ റിഫ്ലക്റ്റർ റേ വരച്ചു നോക്കാം. ഈ റിഫ്ലക്റ്റർ റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതന കോൺ എന്ന് നമ്മൾ പറയുന്നത്. ഈ പ്രതിപതന കോണും പതന കോണും രണ്ടും തുല്യമാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഏതൊക്കെയാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ, പ്രതിപതന നിയമങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ നോട്ട് ചെയ്യുക. രണ്ട് നിയമമാണ് ഉള്ളത്. ഒന്ന്, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്, പതന കോണും പ്രതിപതന കോണും സെയിം ആണ്. രണ്ടാമത്തത് നമ്മുടെ പതന കിരണം, പ്രതിപതന കിരണം, നമ്മുടെ നോർമൽ, ഇത് മൂന്നും ഒരേ തലത്തിലാണ്. അതായത് നമ്മുടെ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റർ റേ, നോർമൽ റേ, ഇത് മൂന്നും സെയിം പ്ലെയിനിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ട്, മിറർ ആംഗിൾ ഉണ്ട്, നോർമൽ ആംഗിൾ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ളത്? ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പതന കോണാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത ചോദ്യം, ശരിയായ ക്രമം ഏത്? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അമാവാസി, പൂർണ്ണചന്ദ്രൻ, വൃദ്ധി, അതായത് ന്യൂ മൂണ്, ഫുൾ മൂണ്, വാക്സിംഗ്. പൂർണ്ണചന്ദ്രൻ, ക്ഷയം, അമാവാസി, ഫുൾ മൂണ്, വാനിങ്, ന്യൂ മൂൺ. വൃദ്ധി, ക്ഷയം, പൂർണ്ണചന്ദ്രൻ, വാക്സിംഗ്, വാനിങ്, ന്യൂ മൂൺ. ക്ഷയം, വൃദ്ധി, അമാവാസി, വാനിങ്, വാക്സിംഗ്, ന്യൂ മൂൺ. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അതായത് പൂർണ്ണചന്ദ്രന് വാനിങ് ഫേസിലൂടെ കടന്ന് അല്ലെങ്കിൽ ക്ഷയം ഫേസിലൂടെ കടന്നിട്ടാണ് അമാവാസി
പൂർണ്ണമാസി അല്ലെങ്കിൽ ന്യൂ മൂൺ ആയിട്ട് മാറുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഇവിടെ പൂർണ്ണ ചന്ദ്രൻ അല്ലെങ്കിൽ ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ മൂണിനെ മുഴുവനായിട്ട് കാണാൻ പറ്റുന്ന ദിവസമാണ്. ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ മൂണിനെ ഒട്ടും കാണാൻ പറ്റാത്ത ദിവസമാണ്. അപ്പോൾ ഫുൾ മൂണിൽ നിന്നും ന്യൂ മൂണിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ലൈറ്റഡ് പോർഷൻ കുറഞ്ഞു വരുന്നു. അതിനെയാണ് നമ്മൾ വാനിങ് അല്ലെങ്കിൽ ക്ഷയം അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഹാലോ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫുൾ മൂണ്, പിന്നെ വാനിങ് ഫേസ്, പിന്നെ ന്യൂ മൂണ്, ആ രീതിയിലാണ് വരുന്നത്. ഇത് നേരെ തിരിച്ചു പറയുവാണെങ്കിൽ എങ്ങനെ വരിക? ന്യൂ മൂണ്, വാക്സിങ് അല്ലെങ്കിൽ വൃദ്ധി ഫേസ്, പിന്നീട് നമ്മുടെ ഫുൾ മൂണ്. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. സോ ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ വാനിങ് എന്താണ്, വാക്സിങ് എന്താണ്, ക്ഷയം എന്താണ്, വൃദ്ധി എന്താണ്, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വൃദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിലേക്ക് വരുമ്പോഴാണ് വൃദ്ധി പറയുന്നത്. കാരണം അവിടെ ബ്രൈറ്റഡ് പോർഷൻ ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. വാനിങ് എന്ന് പറയുന്നത് ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിൽ നിന്നും ന്യൂ മൂണിലേക്ക് വരുമ്പോഴാണ്, അതായത് ആ ബ്രൈറ്റഡ് പോർഷൻ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്ഷയിച്ചു പോകുന്നു അല്ലെങ്കിൽ വാനിങ് അല്ലെങ്കിൽ ക്ഷയം എന്ന് പറയുന്ന റീജിയൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇനി അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഉത്തരം പറയുക. എ സ്കെയിൽ യൂസ്ഡ് ടു മെഷർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ്? ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന തോത് ഏതാണ്? പ്രകാശവർഷമാണോ, അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണോ, നോട്ടിക്കൽ മൈലാണോ, അല്ലെങ്കിൽ കിലോമീറ്റർ ആണോ? ഓക്കെ, അപ്പം ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഏറ്റവും കൂടുതൽ ഉത്തരം ഏതാണ് വരുന്നത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാ ചോദ്യവും ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അടിപൊളിയായിട്ട് പഠിക്കുക.